2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കിടിലൻ ഫോമിൽ കളിക്കുന്ന ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ IPL ഒരാഴ്ചത്തേക്ക് നീട്ടിവെച്ചപ്പോൾ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ് RCB ഉള്ളത്. തങ്ങളുടെ ആദ്യ കിരീടമാണ് ഇത്തവണ RCB ലക്ഷ്യമിടുന്നത്. നിലവിൽ നിർത്തിവെച്ചിരിക്കുന്ന IPL മത്സരങ്ങൾ അടുത്തയാഴ്ച പുനരാരംഭിക്കും എന്നാണ് റിപ്പോർട്ട്. അതിനിടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ആശങ്ക സമ്മാനിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ടീമിന്റെ ഓസ്ട്രേലിയൻ സൂപ്പർ താരം ജോഷ് ഹേസൽവുഡ് പരിക്കിന്റെ പിടിയിലാണെന്നും IPL-ലെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ താരം കളിക്കുന്ന കാര്യം സംശയമാണ് എന്നുമാണ് സൂചന. കിരീടം ലക്ഷ്യം വെക്കുന്ന RCB-ക്ക് കനത്ത തിരിച്ചടി സമ്മാനിക്കുന്ന വാർത്തയാണിത്. തോളിനേറ്റ പരിക്കിനെ തുടർന്ന് RCB-യുടെ അവസാന മത്സരവും ജോഷ് ഹേസൽവുഡിന് നഷ്ടമായിരുന്നു. ഇതേ പരിക്ക് IPL-ൽ നിന്നും താരത്തെ പുറത്താക്കിയേക്കും എന്നാണ് റിപ്പോർട്ട്. പരിക്കിനെ തുടർന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ നിന്ന് പുറത്തായ ജോഷ് ഹേസൽവുഡിന് ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയും ICC ചാമ്പ്യൻസ് ട്രോഫിയും നഷ്ടമായിരുന്നു. ഈ അടുത്ത് മാത്രം മത്സര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയ ജോഷ് ഹേസൽവുഡിനെ IPL-നിടെ വീണ്ടും പരിക്ക് പിടികൂടിയിരിക്കുകയാണ് എന്നാണ് വിവരം. 2025 സീസൺ IPL-ൽ RCB നടത്തുന്ന സ്വപ്ന കുതിപ്പിന് പിന്നിൽ സുപ്രധാന പങ്കുവഹിച്ച താരം കൂടിയായിരുന്നു ജോഷ് ഹേസൽവുഡ്. 10 കളികളിൽ 18 വിക്കറ്റുകളാണ് ഈ സീസണിൽ താരത്തിന്റെ സമ്പാദ്യം. ഈ സീസണിലെ വിക്കറ്റ് വേട്ടയിൽ 3ാം സ്ഥാനത്താണ് അദ്ദേഹം. ഇതുവരെ കളിച്ച 11 കളികളിൽ നിന്ന് 16 പോയിന്റാണ് RCB-യുടെ സമ്പാദ്യം. 8 വിജയങ്ങൾ നേടിയ RCB 3 കളികളിൽ തോറ്റു. 16 പോയിന്റാണ് നിലവിൽ RCB-ക്കുള്ളത്. ശേഷിക്കുന്ന 3 കളികളിൽ ഒരു വിജയം കൂടി നേടാനായാൽ RCB-ക്ക് പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാക്കാം. ലക്നൗ സൂപ്പർ ജയൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തുടങ്ങിയ ടീമുകൾക്കെതിരെയാണ് RCB-യുടെ ശേഷിക്കുന്ന മത്സരങ്ങൾ വരാനിരിക്കുന്നത്. ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തി സംഘർഷങ്ങളെ തുടർന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2025 സീസൺ ഒരാഴ്ചത്തേക്കാണ് നിർത്തിവെച്ചത്. ധർമ്മശാലയിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം ആദ്യ ഇന്നിംഗ്സിന്റെ 11ാം ഓവറിൽ നിർത്തിവെക്കുകയായിരുന്നു. ആ സാഹചര്യത്തിൽ താരങ്ങളും സ്റ്റാഫുകളും ഒരുപോലെ ഭയന്നു എന്നാണ് BCCI അറിയിച്ചത്. ഇന്ത്യ-പാക് സംഘർഷാവസ്ഥ വളർന്നു വന്ന സാഹചര്യത്തിൽ BCCI താൽക്കാലികമായി IPL നിർത്തിവെച്ചതാണ്. പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങളിലുമാണ് ഇപ്പോൾ സംഘാടകർ. IPL പുനരാരംഭിക്കുമ്പോൾ BCCI നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വിദേശ താരങ്ങളുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടായിരിക്കും. നാടുകളിലേക്ക് മടങ്ങിയ വിദേശ താരങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നത് ഫ്രാഞ്ചൈസികൾക്ക് അത്ര എളുപ്പമാകില്ല. ശേഷിക്കുന്ന മത്സരങ്ങളിൽ മുഴുവൻ സ്ക്വാഡും ഇല്ലാതെ കളിക്കാൻ ഫ്രാഞ്ചൈസികൾ നിർബന്ധിതരായേക്കും. ടൂർണമെന്റ് നിർത്തിവെച്ചതോടെ വിവിധ ഫ്രാഞ്ചൈസികളിൽ നിന്നുള്ള താരങ്ങളും സപ്പോർട്ട് സ്റ്റാഫും അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി തുടങ്ങിയിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 62 കളിക്കാർ IPL-ൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവരെല്ലാം സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ് എന്നാണ് ആദ്യം വാർത്തകൾ വന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ വിദേശ താരങ്ങളായ ടിം ഡേവിഡ്, ലിയാം ലിവിങ്സ്റ്റൺ, ജേക്കബ് ബെദേൽ, റൊമാരിയോ ഷെപ്പേർഡ്, ഫിൽ സാൾട്ട്, ജോഷ് ഹേസൽവുഡ്, ലുങ്കി എങ്കിഡി, നുവാൻ തുഷാര എന്നിവർ അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിയെന്ന് RCB തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. വിദേശ സപ്പോർട്ട് സ്റ്റാഫിൽ ഹെഡ് കോച്ച് ആൻഡി ഫ്ലവർ, ബൗളിംഗ് കോച്ച് ആദം ഗ്രിഫിത്ത്, ക്രിക്കറ്റ് ഓപ്പറേഷൻസ് ഡയറക്ടർ മോ ബോബറ്റ്, ടീം ഫിസിയോ ഇവാൻ സ്പീച്ച്ലി, അനലിസ്റ്റ് ഫ്രെഡി വൈൽഡ് എന്നിവരും സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചുവെന്ന് RCB അറിയിച്ചിരുന്നു. മുംബൈ ഇന്ത്യൻസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തുടങ്ങിയ ടീമുകളുടെ താരങ്ങളും സ്വന്തം നാട്ടിലേക്ക് മടങ്ങി എന്നാണ് റിപ്പോർട്ട് വന്നത്. ലക്നൗ സൂപ്പർ ജയൻസിന്റെ ചില വിദേശ താരങ്ങൾ ഇവിടെ തന്നെ തുടരാൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ടൂർണമെന്റ് പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് BCCI എന്നും അതിനായുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന സൂചന. IPL-ൽ ശേഷിക്കുന്ന മത്സരങ്ങൾ നടത്താൻ 3 വേദികളുടെ ചുരുക്കപ്പട്ടിക BCCI തയ്യാറാക്കിയെന്നും പ്ലേ ഓഫ് അടക്കം ശേഷിക്കുന്ന 16 മത്സരങ്ങളും ഈ 3 വേദികളിലായി നടത്താനാണ് പദ്ധതി എന്നുമാണ് വിവരം.